ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് വളരെ പ്രാർത്ഥനയോടും വളരെ ആഗ്രഹത്തോടും വന്നിരിക്കുന്ന നിങ്ങളെ ഏവരെയും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു, ദൈവകൃപയിൽ നിങ്ങളായിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച ശബ്ദമേറിയ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം സങ്കീർത്തന പുസ്തകങ്ങളിൽ നിന്നാണ്. ആ സന്ദേശത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് വരുന്നതിന് മുമ്പ്, അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുകയാണ്. കണ്ണുനീരോടുകൂടി എന്നെ കാണുന്നവരോട് ദൈവാത്മാവ് പറയുന്നത്, നിന്റെ കണ്ണുനീരിനെ ദൈവം ഈ സീസന്റെ മേൽ തുടയ്ക്കും. ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ദൈവമാണ് നിന്നോട് കൂടെയുള്ളത്. അബ്രഹാം തന്റെ ഭവനത്തിൽ നിന്ന് ഹാഗാറിനെ ഒരു തുരുത്തി വെള്ളമായിട്ടാണ് പറഞ്ഞയച്ചത്. അന്ന് കാലഘട്ടത്തിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. എന്നിട്ടും അവൾ ആ ഭവനത്തിൽ നിന്ന് പോയത് ഒരു തുരുത്തി വെള്ളമായിട്ടാണ്. മനുഷ്യൻ നൽകി തന്നാൽ പരിമിതികളുണ്ട്. മനുഷ്യന്റെ കരം പരിമിതികളിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. എന്നാൽ ദൈവം നിനക്ക് എന്തെങ്കിലും നൽകിത്തരാൻ തുടങ്ങിയാൽ, ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് അത്, നിനക്കൊരിക്കലും സ്വപ്നം കാണുവാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിന് നൽകിത്തരാൻ പറ്റും. ആരൊക്കെയോ എന്തൊക്കെയോ ആവശ്യത്തിനു വേണ്ടി, ആമേൻ, ഒരു ദൈവ പ്രവർത്തിക്കു വേണ്ടി കൊതിക്കുന്നവരുണ്ട്. അവരോട് ഇന്നത്തെ പ്രവചന ശബ്ദത്തിൽ, ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിൽ ദൈവാത്മാവ് സംസാരിക്കുന്നു. അവൻ നിന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്ന രീതിയിൽ അനുഗ്രഹം കൊണ്ട്, ആനന്ദം കൊണ്ട് നിറയ്ക്കുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്നത്തെ ഈ വിടുതലിൻ ശുശ്രൂഷകളിൽ സംസാരിക്കുകയാണ്. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ ജനം വളരെ ആഗ്രഹത്തോടും പ്രതീക്ഷയോടും കൂടെയാണ് ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിൽ പങ്കുചേരുവാൻ വേണ്ടി വന്നത്. ആമേൻ, ആമേൻ. ഈ ജനത്തെ ദൈവം ആശ്വസിപ്പിക്കണമേ. ഇവരുടെ കണ്ണുനീരിനെ ദൈവം തുടയ്ക്കണമേ. ഹാഗാർ ചിന്തിച്ചു, ഹാഗാറിനെ കാണുവാൻ ആരുമില്ലെന്ന്. അവൾ മരുഭൂമിയിലേക്കാണ് നടത്തപ്പെട്ടത്. ഇന്ന് ഇതുപോലെ തന്നെ എന്നെ കാണുവാൻ ആരുമില്ല, എന്റെ മുമ്പിൽ പ്രതീക്ഷകളില്ല, എന്റെ മുമ്പിൽ പ്രത്യാശയില്ല, മരണമാണ് ഞാൻ മുൻപിൽ കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്ന ഈ ജനത്തിന്റെ മേൽ അത്ഭുതങ്ങളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുകയാണ്. യേശുവേ, അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കട്ടെ. കർത്താവേ, അബ്രഹാം നൽകിക്കൊടുത്തത് ഒരു തുരുത്തി വെള്ളമാണെങ്കിൽ എന്റെ ദൈവം തുറന്നു കൊടുത്തത് ഒരിക്കലും വറ്റിപ്പോകാത്ത നീരുറവയാണ്. ചിലരോട് പറയുന്നു, നീ പരിമിതിയിൽ നിന്നുകൊണ്ട് ഇനി എന്റെ മുൻപിൽ ഒരു അത്ഭുതം നടക്കുമോ എന്ന ചോദ്യത്തിന്റെ നടുവിലായിരിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, നിന്റെ മുമ്പിൽ നിനക്കു വരെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ സോഴ്സുകൾ ദൈവം തുറന്നു തരും. സോഴ്സുകൾ ദൈവം തുറന്നു തരും. അത് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാ ദിവസവും തിങ്കൾ തൊട്ട് ശനിയാഴ്ച വരെ ഈ ചാനലിലൂടെ ശക്തമേറിയ വിടുതലിൻ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. അനേകായിരങ്ങൾക്ക് വിടുതലിന് കാരണമായി തീർന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഈ ശുശ്രൂഷകളിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് പങ്കുചേരുന്നതെങ്കിൽ, ഇന്ന് തൊട്ട് ഈ ചാനൽ ഫോളോ ചെയ്തോ.
സബ്സ്ക്രൈബ് ചെയ്തോ. എല്ലാ ദിവസവും കിട്ടുന്ന ദൈവിക വെളിപ്പാടുകൾ, വിടുതലിൻ ശുശ്രൂഷകൾക്ക് നിങ്ങൾക്ക് ഭാഗമായി തീരുവാൻ പറ്റും. ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച ആ ദൈവിക സന്ദേശത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. 37 സങ്കീർത്തനം അതിന്റെ 23 വാക്യം. ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് എടുത്തോ. 37 സങ്കീർത്തനം അതിന്റെ 23 വാക്യം. അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്: ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനത്തെ ദൈവം സ്ഥിരമാക്കിയിരിക്കും. ആമേൻ. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ ഇടപെട്ട ദൂതിതാണ്: പലരുടെയും ഗമനത്തെ ദൈവം സ്ഥിരമാക്കും. സ്ഥിരതയില്ലാതെ എന്നെ കാണുന്ന ചിലരുണ്ട്. അവരോടുള്ള ദൂതാണ്: ദൈവം നിന്നെ സ്ഥിരപ്പെടുത്തും. നാഗയുടെ പെട്ടകം പൊന്തുവാനിടയായി തീർന്നു. 40 ദിവസം അത് പല മേഖലകളിലേക്ക് പോകുവാനിടയായി തീർന്നു. പാറി പാറി നടക്കുവാനിടയായി തീർന്നു, ഓടുവാനിടയായി തീർന്നു. എന്നാൽ 40 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവം അതിനെ ഉറപ്പിച്ചു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇതുപോലെ തന്നെ നിന്റെ ജീവിതത്തിൽ ഇതുവരെ സ്ഥിരതയില്ലാതാണ്. ഒരു ജോലിക്ക് പോയാൽ ആ ജോലിയുടെ മേൽ സ്ഥിരതയില്ലാതെ എന്നെ കാണുന്നവരുണ്ട്. ഒരു ബിസിനസിന്റെ മേൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ബിസിനസിന്റെ മേൽ സ്ഥിരതയില്ലാതെ എന്നെ കാണുന്നവരുണ്ട്. ആമേൻ. കുടുംബ ജീവിതത്തിൽ വരെ സ്ഥിരതയില്ലാതെ എന്നെ കാണുന്നവരുണ്ട്. കരച്ചിലോടുകൂടി എന്നെ കാണുന്നവരുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വിദ്യാഭ്യാസത്തിൽ മേൽ സ്ഥിരതയില്ലാതെ എന്നെ കാണുന്നവരുണ്ട്. അവരോടൊക്കെ ഉള്ള ദൂതാണ്: ദൈവം നിന്നെ സ്ഥിരപ്പെടുത്തും. അതിനു മുമ്പായി ദൈവത്തിന്റെ വചനം പറയുന്നത്, ഒരു മനുഷ്യനിൽ അവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നണം. അർത്ഥാൽ ദൈവഹിതപ്രകാരമുള്ളത് നിനക്ക് ചെയ്യാൻ പറ്റിയ, ദൈവഹിതപ്രകാരം നിനക്ക് നടക്കാൻ പറ്റിയ, ദൈവത്തെ പൂർണ്ണമായി നിനക്ക് അനുസരിക്കാൻ പറ്റിയ. ഒരിക്കൽ ശമൂവേൽ ശൗലോനോട് പറവാനിടയായി തീർന്നു: അനുസരണം യാഗത്തെക്കാൾ ഇമ്പോർട്ടന്റ് ആണ്. ആമേൻ. ഇന്ന് ഈ പ്രവചന ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് നൽകി തരുന്ന വാണിംഗ് ഇതാണ്: ദൈവത്തെ അനുസരിക്കുക. ദൈവത്തെ അനുസരിക്കുക. ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. ദൈവം പറയുന്നത് കേൾക്കണമോ, മനുഷ്യൻ പറയുന്നത് കേൾക്കണമോ? ആമേൻ. ദൈവം പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ആരൊക്കെയോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ മുമ്പിൽ ഇന്നത്തെ ഈ പ്രവചന ശബ്ദം കേൾക്കുന്നുണ്ട്. ബ്രദറെ, എങ്ങനെയാണ് ഈ പ്രതികൂലം കടന്നു വരുമ്പോൾ ഇതിന്റെ നടുവിൽ ഭയപ്പെടാതിരിക്കുക? ദൈവം പറയുന്നത് ഭയപ്പെടരുത്. ഭ്രമിച്ചു നോക്കുകയും ചെയ്തത്, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ആമേൻ. എന്നൊരു ഉദാഹരണം പറയാം. ഒരു വ്യക്തിയുടെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുമെന്ന് പറഞ്ഞാൽ യോസഫിന്റെ ലൈഫ് തന്നെ നമുക്ക് എടുക്കാം. ആ യോസഫിന്റെ ലൈഫ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവമാണ് അവന് നൽകിക്കൊടുത്ത ദർശനം. നിന്റെ സഹോദരന്മാർ അല്ലേ, എല്ലാവരും നിന്റെ മുൻപിൽ മുട്ടുകുത്തുമെന്ന്. നക്ഷത്രങ്ങളും സൂര്യനും ഇവരൊക്കെ യോസഫിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിൽക്കുമെന്നുള്ളതാണ് വേർഡ്. അവൻ കണ്ട ആ ദർശനം എന്ന് പറയുന്നത്. എന്താ സംഭവിച്ചത്? ഒരു നക്ഷത്രം പോയിട്ട് ഒരു വ്യക്തികൾ പോലും യോസഫിനെ കണ്ടാൽ മൈൻഡ് ചെയ്യാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ആരൊക്കെയോ കടന്നു പോകുന്നത് ഇതേപോലെയുള്ള സാഹചര്യങ്ങളിലൂടെയാണ്. ആരുപോലും എന്തിനു പറയുന്നു, എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എന്നെ ആൾക്കാർ മൈൻഡ് ചെയ്യുന്നില്ല. ഭവനത്തിൽ ഞാൻ ഒറ്റ
ഒറ്റപ്പെട്ട അനുഭവത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവിടെ നിനക്ക് വിശ്വസ്തനായിരിക്കാൻ പറ്റുമോ? ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യമാണ്, അവങ്കിലേക്ക് നോക്കിയവർ, ദൈവമുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. നിന്റെ മുഖം ലജ്ജിക്കുകയില്ല, നിന്റെ മുഖം ലജ്ജിക്കുകയില്ല. ഈ വിഷയങ്ങളൊക്കെ നടക്കുമ്പോൾ യേശുവിലേക്ക് നിനക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? ആമേൻ. ഹല്ലേലൂയ. യജമാനന്റെ മുഖത്തേക്ക് ദാസൻ നോക്കുന്നത് പോലെ അല്ല. ഒരു കുഞ്ഞ് അവന് പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിഷയങ്ങളിൽ കൂടി കടന്നുപോയി കഴിഞ്ഞാൽ യേശുവിന്റെ മുഖത്തേക്ക് അല്ലെങ്കിൽ പിതാവിന്റെ മുഖത്തേക്ക് ആ കുഞ്ഞു നോക്കുന്നത് പോലെ തന്നെ ആ കുഞ്ഞു നോക്കുക മാത്രമല്ല, ആ കുഞ്ഞിനെ അറിയാം തന്റെ പിതാവ് ആ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിഷയത്തിൽ ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുമെന്ന്. ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിഷയത്തിന്റെ മേൽ ദൈവം ഇറങ്ങി അത്ഭുതം ചെയ്യും. ദൈവം ഇറങ്ങി അത്ഭുതം ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ, എന്റെ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിഷയത്തിന്മേൽ യേശു ഇറങ്ങി അത്ഭുതം ചെയ്യും. നിങ്ങൾക്കറിയാലോ, യേശു പ്രാർത്ഥിക്കാൻ വേണ്ടി മലയിൽ കയറിപ്പോയി. എന്നിട്ട് യേശു തന്റെ ശിഷ്യന്മാരെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു എന്നാണ് വചനം പറയുന്നത്. നിർബന്ധിച്ച് പറഞ്ഞയച്ചപ്പോൾ അത് പറയുന്നത് യേശുവിനെ വിട്ട് ബഹുദൂരം ഈ പടക് സഞ്ചരിച്ചു. ആമേൻ. ഞാൻ ചിന്തിക്കുന്ന കടലിന്റെ ഒറ്റ നടുക്ക് ആയിരിക്കുക. ഇവർ ചിന്തിക്കാത്ത പ്രതികൂലം ഇവരുടെ ജീവിതത്തിന്മേൽ ആഞ്ഞടിച്ചു. യേശുവില്ല, കടലിന്റെ ഒറ്റ നടുക്കാണ്, രാത്രിയാണ്. 4 അയ്യാമത്തിന്റെ മേൽ ദൈവം നിന്നെ കൈവിടുകയില്ല. 4 അയ്യാമത്തിന്റെ മേൽ ദൈവം നിന്നെ കൈവിടില്ല. ചിലരോടുള്ള ദൂതാണ്. എനിക്കറിയാം, വലിയ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ വേർഡ് ഞാൻ കൈമാറുന്നത്. ചിലർക്ക് ഈ ദൂതിന്റെ ആവശ്യമുണ്ട്. ദൈവം നിന്നെ കൈവിടുകയില്ല. ദൈവം നിന്നെ കൈവിടുകയില്ല. ആമേൻ. ആർക്കും പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ഫേവറായി ആ തിരമാലയുടെ നടുവിൽ ഇറങ്ങി വന്നു. തിരമാലയുടെ നടുവിൽ ഇറങ്ങി വന്നു. ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ ഏറ്റവും ഹാർഡസ്റ്റായ മൂവ്മെന്റ്, ചില രോഗം മൂർച്ഛിച്ചുകൊണ്ട് എന്നെ കാണുന്നവരുണ്ട്. മരണമാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്, സൗഖ്യമില്ല. അങ്ങനെയുള്ള ഭവനങ്ങളിലേക്ക് യേശുവിന്റെ നാമത്തിൽ ആ അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ്, ആ രോഗം ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. അത്ഭുതങ്ങൾ ചില കുടുംബങ്ങളുടെ മേൽ സംഭവിക്കുകയാണ്. ആമേൻ. ഒരു വ്യക്തിയുടെ വഴിയിലെ യഹോവയ്ക്ക് പ്രസാദം തോന്നിയ അവന്റെ ഗമനത്തെ ദൈവം സ്ഥിരമാക്കുന്നു. അവന്റെ ചുവടുകൾ, അവന്റെ ജീവിതയാത്ര, അവന്റെ ദൈനംദിനത്തിലുള്ള തീരുമാനങ്ങൾ വരെ ദൈവത്താൽ സംഭവിക്കുന്നതായിരിക്കും. അവൻ അർത്ഥാൽ നീ ഏത് അനുഭവത്തിലേക്ക് പോയാലും അവിടെ നിനക്കൊരു ഡിവൈൻ ഫേവർ കാണാൻ പറ്റും. അവൻ ഡിവൈൻ ഫേവർ വെളിപ്പെട്ട പല വ്യക്തികളെ ബൈബിളിൽ നിന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാം. അവൻ യോസഫ്, ദാവീദ്, ദാനിയേല്, 3 ബാലന്മാർ, പൗലോസ്, ഇവർ ഡിവൈൻ ഫേവറിനെ അനുഭവിച്ചത് എവിടെയാണെന്ന് അറിയാമോ? ഇവരുടെ ആർക്കും പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിഷയത്തിലാണ്. ഈ മെസ്സേജുകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ആമേൻ. അങ്ങനെ ചെയ്യുമ്പോൾ ഈ മീറ്റിംഗിന്റെയും അതുപോലെ തന്നെ ഈ ശുശ്രൂഷയുടെയും ഒരു ഭാഗമായി നിങ്ങൾ തീരുകയാണ്. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ സൂം മീറ്റിംഗിൽ നിങ്ങൾ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ
ചൊവ്വാഴ്ച ദിവസങ്ങളിലും വ്യാഴാഴ്ച ദിവസങ്ങളിലും ശക്തമേറിയ പ്രാർത്ഥനകൾ നമ്മൾക്ക് അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച നമ്മൾക്ക് നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 2 മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട്. ഈ മീറ്റിങ്ങിന്റെ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കിട്ടുന്നതായിരിക്കും. ദൈവം നിന്നെ സ്ഥിരപ്പെടുത്തും. ഇത് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ്. ദൈവം നിന്നെ സ്ഥിരപ്പെടുത്തും. ദൈവം നിന്നെ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, അടിമയായിട്ടാണ് യോസഫ് കടന്നുപോയത്. എന്നാൽ ആ പ്രോസസ്സിൽ നിന്ന് അവൻ പുറത്തു വന്നപ്പോൾ അവൻ രാജാവിന് ഏറ്റവും പ്രയോജനപ്പെടുന്ന, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വ്യക്തിയാക്കി ദൈവം മാറ്റി. ദാവീദ് ആട്ടിടനായിരുന്നു. തന്റെ ഭവനത്തിൽ പോലും ഒരു വില പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം അവനെ എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? അവൻ രാജകൊട്ടാരത്തിൽ സിംഹാസനത്തിൽ രാജാവായുമാണ്. ചിലരുടെ ജീവിതത്തിന്റെ മേൽ ഇതു തന്നെ ഈ സീസണിന്റെ മേൽ സംഭവിക്കും. എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട്. പാലക്കാട് ഞായറാഴ്ച രാവിലെ 10:30 തൊട്ട് 1:30 വരെയുള്ള സമയമാണ്. JB റോഡിലുള്ള ജോബിഷ് മോൾ എന്നറിയപ്പെടുന്ന ആ മാളിന്റെ 4ാം നിലയിൽ സിൽവർ ഹോൾ എന്നറിയപ്പെടുന്ന ഹോളിലാണ് ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്നത്. ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ശുശ്രൂഷകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവേ, ഒരു വ്യക്തിയുടെ വഴിയിലെ യഹോവയ്ക്ക് പ്രസാദം തോന്നിയ അവന്റെ ഗമനത്തെ ദൈവം സ്ഥിരമാക്കും. ഈ ജനത്തിന്റെ ഗമനത്തെ ദൈവം സ്ഥിരമാക്കണമേ. ചിലർ സ്ഥിരപ്പെടും, 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 സ്ഥിരപ്പെടും. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അനുഗ്രഹിക്കുക യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്ക്രീനിൽ കാണുന്ന നമ്പറിന് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. God bless you all. God bless you all.